നമസ്കാരം. ഇന്ത്യയോടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പിടിവാശികൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിലേക്ക് ഇന്ത്യ അടുത്തിരിക്കുകയാണ്. ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാർ വൈകുന്നതിൽ മുഴുവൻ പഴിയും ഇന്ത്യക്ക് മേലാണ് അമേരിക്ക ചാർത്തി നൽകിയത്. മോദിയുടെ പിടിപ്പുകേട് കൊണ്ടാണ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തത് എന്നായിരുന്നു അമേരിക്കയുടെ വാദം. എന്തായാലും നിലവിൽ ഇന്ത്യ കരാറിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ചർച്ച ചെയ്യുന്ന വ്യാപാര കരാർ അന്തിമമാകാൻ ഇനി ഏതാനും ചുവടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറിൽ 24 അധ്യായങ്ങളിൽ 20 എണ്ണത്തിലും ഒപ്പുവെച്ചതായാണ് ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മാസം അവസാനം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഇന്ത്യ സന്ദർശനത്തിന് മുമ്പ് കരാർ പൂർത്തിയാക്കും എന്നതാണ് ലക്ഷ്യം. ഈ വർഷത്തെ ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും മുഖ്യ അതിഥികളായിരിക്കും. ജനുവരി 27 നടക്കുന്ന 16ാമത് ഇന്ത്യ EU ഉച്ചകോടിയിൽ അവർ സഹ അധ്യക്ഷത വഹിക്കും. വ്യാഴാഴ്ച വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. അതേസമയം തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ. ഡൊണാൾഡ് ട്രംപിന്റെ കാടൻ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനെയും എത്രയും വേഗം ഒരു വ്യാപാര കരാറിലെത്താൻ നിർബന്ധിതരാക്കിയത്. കഴിഞ്ഞ വർഷം, അതായത് 2025ഓടെ ന്യൂഡൽഹിയിൽ 3 വ്യാപാര കരാറുകൾക്ക് അന്തിമ രൂപം നൽകിയിരുന്നു. അതേസമയം ദക്ഷിണേന്ത്യൻ അമേരിക്കൻ വ്യാപാര കൂട്ടായ്മയായ മെർകോസറുമായി യൂറോപ്യൻ യൂണിയൻ ദീർഘകാലമായി കാത്തിരുന്ന ഒരു കരാറിലും ഒപ്പുവെച്ചു. ഇപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഒപ്പുവെച്ചാൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറുകളിൽ ഒന്നായിരിക്കും. ഈ വ്യാപാര കരാർ US ഇന്ത്യയിൽ ചുമത്തിയ 50% താരിഫിന്റെ ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കും. ഈ വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയനിലെ 450 ദശലക്ഷം ജനസംഖ്യയും ഇന്ത്യയിലെ ഏകദേശം 1.4 ബില്യൺ ജനസംഖ്യയും ബന്ധിപ്പിക്കും. ഇവർ ഒരുമിച്ച് ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ 25%. ഇന്ത്യൻ മധ്യവർഗം അതിവേഗം വളരുകയാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയായി മാറും. ഇത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണിയായി കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച 5 സമ്പദ് വ്യവസ്ഥകൾ 2 ഈ വ്യാപാര കരാർ ബന്ധിപ്പിക്കും. യൂറോപ്യൻ യൂണിയന്റെ സമ്പദ് വ്യവസ്ഥ $19.5 ട്രില്യൺ ആണ്. അതേസമയം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 4 ട്രില്യണിൽ കൂടുതലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് പോലും ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണ്. 1991 സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കരാറായി മാറും.